ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നൊരു ഗസ്റ്റിനെ പറ്റിയിട്ടാണ് കേട്ടോ വീഡിയോ. അതെ, ഒരു നല്ലൊരു പാരറ്റ് വന്നിട്ടുണ്ട്. ഗസ്റ്റായിട്ട് വന്നതാണ്, ഞങ്ങൾക്ക് പുറത്തുനിന്ന് കിട്ടിയതാണ്. ആളെ ഞങ്ങളൊരു നല്ലൊരു കൂട്ടിലിട്ട് അവിടെ വെച്ചിട്ടുണ്ട്, അമ്മമ്മയ്ക്ക് കൂട്ടായിട്ട്. ഇപ്പം അമ്മമ്മയുടെ പുതിയ ഫ്രണ്ടും കൂടെയാണ് ഈ തത്തമ്മ. ഒരു കൊച്ചു സുന്ദരി തന്നെയാണ് കേട്ടോ ഈ പാരറ്റ്. നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ കളർ, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കയറി കാണാം, സബ്സ്ക്രൈബ് ചെയ്യാം ചാനൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകട്ടോ. കിഴക്കേപ്പാടം എന്ന് പറഞ്ഞ അതിമനോഹരമായ ഒരു ഗ്രാമം. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ്. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഗൈസ് നമ്മൾ ഹോം ടൂർ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതാണ് വീട്. ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. ആരാ ഗസ്റ്റ്? പറ, ആരാന്ന് പറ. ഞാൻ എൻ്റെ ഏച്ചിയാണ്. അപ്പൊ ഗൈസ് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഗൈസ് പോലെ ഗൈസ്, ഞാനൊന്ന് ഇൻട്രൊഡക്ഷൻ ചെയ്യട്ടെ. വാ, പറയൂ, യൂട്യൂബിനെ പറ്റി പറയൂ. ഇവിടെ നിന്ന് പറയൂ, അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ട് പറയൂ. നിനക്കൊന്നും അറിയില്ലേ യൂട്യൂബിനെ പറ്റിയിട്ട്? ഗെയിം കളിക്കുക മാത്രമേ ഉള്ളൂ, യൂട്യൂബ് കാണില്ല. യൂട്യൂബ് അല്ല, എൻ്റെ ചേച്ചി പിന്നെ ഗെയിംസും ഗെയിം പ്ലേസും ഒക്കെ കാണും. അല്ല, എൻ്റെ സ്വന്തം ചേച്ചിയായ എനിക്ക് യൂട്യൂബ് ചാനലിലെ കാര്യം നിനക്കറിയോ? സബ്സ്ക്രൈബ് ചെയ്തോ? ചെയ്തിട്ടുണ്ടോ? തന്നെ ചെക്ക് ചെയ്തിട്ടുണ്ടോ? നടന്നോളൂ ഗൈസ്. അങ്ങനെ എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒക്കെ ഭംഗിയായിട്ട് അവൻ ചെയ്തു. ഇതെൻ്റെ മാമൻ്റെ മകനാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ ഒരു പീക്കിരി ഉണ്ടെന്ന്. അവനാണിത്. പിന്നെ പാരറ്റിനെ കാണാൻ വന്നതിന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ എന്നെയും കൊണ്ട് അവിടേക്ക് പോവുകയാണ്, കേജുള്ള സ്ഥലത്തേക്ക്. പുറകുവശത്താണുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഞങ്ങൾ അവിടെ എത്തുമ്പം ആ പാരറ്റ് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. നല്ല കണ്ണടച്ച് സമാധാനമായിട്ട് കിടന്നുറങ്ങുമായിരുന്നു. നമ്മൾ വന്നപ്പോഴേക്ക് പെട്ടെന്ന് കണ്ണങ്ങ് തുറന്നു. ക്യാമറ കണ്ടിട്ടാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് ക്യാമറയിലോട്ട് കുറേ നേരം നോക്കിയിരുന്നു. എന്തോ കാര്യമായിട്ട് ആ തത്ത എന്നോട് പറയുന്നുണ്ട്. ഒന്നെങ്കിൽ എന്നെ ഫോട്ടോ എടുക്കല്ലേ എന്നാണ്, അല്ലെങ്കിൽ വേറെ എന്തോ തെറി പിടിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് തോന്നുന്നത്. ഉറക്കം കെടുത്തിയതിനെ. അങ്ങനെ സമാധാനമായിട്ട് കൂട്ടിലിരുന്ന് ഉറങ്ങിയ തത്തയെ കൂടോടെ ഞാൻ പുറത്തേക്ക് എടുക്കാൻ തുടങ്ങി. അവരെല്ലാവരും പറഞ്ഞു അതിനെങ്ങനെ കേജോടെ പുറത്തേക്ക് എടുത്ത് അമ്മമ്മയുടെ അടുത്ത് കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട്. അമ്മമ്മ നന്നായിട്ട് അതിനോട് സംസാരിക്കും, തിരിച്ചും അത് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യും കേട്ടോ. ചോറ് കിട്ടിയോ? ഇന്നലെ ഉറങ്ങില്ല? ഇന്ത്യത്തേന് പണി അച്ഛടെ നമ്പർ പോകുന്നില്ലേ? ഉറങ്ങണ്ടോ? ഇത് ആരൊക്കെയാ വന്നത് നോക്ക്. അതെ, അവരോടൊക്കെ വർത്താനം പറഞ്ഞോ. തത്തമ്മേ, എന്റെ ഫോട്ടോ എടുക്കാനാ. തത്തമ്മേ, തത്തമ്മേ, പൂച്ച പൂച്ചാനൊക്കെയാ പറയാ. മഞ്ഞൾ വെച്ചോട്, ചോറ് തരാൻ പറയും. മേവ് കറി, മേവ്. എന്നാ സാരി വേണ്ട? എന്തായി പിണക്ക്? അങ്ങനെയല്ല, തത്തമ്മേ പൂച്ച പൂച്ചാനറിയും. നോക്കുന്നില്ല, ഫോൺ അങ്ങോട്ട് വെച്ചെടുക്ക്. ഫോൺ എന്റെ അടുത്തേക്ക് വരും. കുഴപ്പമില്ലേ? ഫോൺ എന്റെ അടുത്തേക്ക് വരും. ഫോട്ടോ എടുക്കാൻ ഇഷ്ടമായി. പോസ് ചെയ്ത് തരാ അല്ലേ?
രാജാക്ക് അങ്ങനെ കൈ പിടിച്ചിക്കൂല, അതുപോലെ അങ്ങനെ പിടിച്ചിക്കാതി. അങ്ങനെ ആ തത്തയെ കൊണ്ട് ഫോട്ടോയ്ക്ക് വരെ പോസ് ചെയ്യിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ മാളൂനെ തപ്പി ഇറങ്ങി കേട്ടോ. കുറച്ച് മാളൂൻ്റെ ഫോട്ടോസും കൂടി എടുക്കണ്ടേ, മോശമല്ലേ അല്ലെങ്കിൽ. അപ്പോൾ നമുക്ക് മാളൂനെ എവിടെയാണെന്ന് തപ്പി കണ്ടുപിടിക്കണം. നിങ്ങളും പോര് എൻ്റെ കൂടെ. അങ്ങനെ ഞങ്ങൾ തപ്പി 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 ഞങ്ങളുടെ മാളൂനെ കണ്ടുപിടിച്ചു. അതേ നിൽക്കുന്നു, പോസ് ചെയ്യും. അടുത്ത ചെസ്റ്റ് നമ്പർ 2 തത്തയായിട്ടുള്ള മേൽപ്പെടുത്തത്തിന് ശേഷം ഞാൻ നേരെ പോകുന്നത് മാളൂൻ്റെ തട്ടകത്തിലേക്കാണ്. ഇനി മാളൂനെ കൊണ്ട് കുറച്ച് പോസൊക്കെ ചെയ്യിപ്പിച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം. ഇവളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ? പശുവിന്റെ അടുത്തൊന്ന് പോ. അങ്ങനെ തത്തമ്മയ്ക്കുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ട്. റെഡി ആക്കിയതുമില്ല, അവിടെ പേരൊക്കെ ഉണ്ടായിരുന്നു, അതാണ് അതിൻ്റെ മെയിൻ ഫുഡ്. പിന്നെ കുറച്ച് സീഡ്സ് ഒക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, പംകിൻ സീഡ്സും പിന്നെ അതേപോലെ കുറച്ച് സീഡ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെയാണ് അതിൻ്റെ മെയിൻ ഫുഡ്. അമ്മമ്മ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പേരക്കയുടെ ഒരു കഷ്ണം. അത് വാങ്ങിച്ചുകൊണ്ട് പോയി ഒറ്റയ്ക്ക് കഴിക്കുന്നതാണ് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ല എന്നെന്തോ. പിന്നെ നമ്മൾ പയറ് കൊണ്ടുവന്ന് കൊടുത്തു. അതിങ്ങനെ സ്വന്തമായിട്ട് കാലും കൈയൊക്കെ വെച്ച് കാല് വെച്ചിട്ട് ഇങ്ങനെ പീൽ ചെയ്ത് കഴിക്കും അതിൻ്റെ ഉള്ളിലെ സീഡ്. ഞാൻ തിരിച്ചെടുക്കണ എല്ലാം എടുക്കണം. എവിടെ പോകും? അങ്ങനെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. പിന്നെ ഞങ്ങളുടെ കുഞ്ഞി തത്തമ്മയ്ക്ക് പേരിട്ടിട്ടില്ല, അപ്പോൾ പേരൊക്കെ സജസ്റ്റ് ചെയ്യാം. അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞി വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.
അപ്പം ഞാനും അവനും കൂടെ കുറച്ച് നേരം കളിച്ച് നമ്മൾ അവിടെ തൂങ്ങിക്കിടക്കുന്ന ആ കയറ് എടുത്തിട്ട് സുഭാഷിൻ്റെ മഞ്ഞുമൽ ബോയ്സിലെ സീൻ റീക്രിയേറ്റ് ചെയ്യാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ഗുണ കേവ് ക്രിയേറ്റ് ചെയ്ത് കളി ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി ഒരു കുക്കിംഗ് വ്ലോഗായിട്ട് കാണാം കേട്ടോ. ഓക്കെ, ബൈ ബൈ, സീ യു.